ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് സബ്ജക്റ്റിലെ യൂണിറ്റ് 2, അതായത് വോയിസ് ഓഫ് യൂണിസണിലെ ഫുൾ ആക്ടിവിറ്റീസ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പാഠഭാഗത്തിൽ ആദ്യം കൊടുത്തിരിക്കുന്ന പിക്ചർ ഇതാണ്. ഈ പിക്ചറിൽ നമുക്ക് കാണാം ഒരു നായ്ക്കുട്ടി വെള്ളത്തിൽ വീണു കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട്. അപ്പോൾ ഈ ഒരു കൂട്ടം ആൾക്കാർ ഓരോ ആൾക്കാരുടെ കൈ പിടിച്ച് ഈ നദിയിലേക്ക് ഇറങ്ങിയിട്ടാണ് ഈ പട്ടിക്കുട്ടിയെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. ഓക്കെ, ഇതാണ് ഈ ചിത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അടുത്തത് താഴെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. Alone we can do so little, together we can do so much. ഇത് അമേരിക്കൻ ഓഥർ ആയിട്ടുള്ള ഹെലൻ കെല്ലറിന്റെ വേർഡ്സ് ആണ്. ഓക്കെ, ഈ ചിത്രത്തിൽ നിന്നും ഈ കോട്ടിൽ നിന്നും നമുക്ക് ഒരു കാര്യമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഒരു കാര്യം ചെയ്യുന്നതിനേക്കാൾ ഒരുമിച്ച് നിന്നാൽ നമുക്ക് ആ കാര്യം കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, നമുക്ക് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ വേർഡ്സിൻ്റെ മീനിങ്ങും പഠിച്ചു പോകാം. ഫസ്റ്റ് വേർഡ് വോയിസ്, ശബ്ദം, അതെല്ലാവർക്കും അറിയാം. യൂണിസൺ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ഒരുമ, എലോൺ ഒറ്റയ്ക്ക്, ലിറ്റിൽ കുറച്ച്, ടുഗെദർ ഒരുമിച്ച്. അടുത്ത ചിത്രം കൊടുത്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ 5 പിള്ളേര് കൂടിയിട്ട് ബീച്ചിന്റെ സൈഡിലെ മൺതിട്ടയിൽ ഇരുന്ന് മൺഗോപുരം ഉണ്ടാക്കുകയാണ്. ഇതിൽ 2 പേര് മൺഗോപുരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ഈ ഉണ്ടാക്കുന്നവരെ മറ്റുള്ള പിള്ളേര് മണൽ എടുത്തുകൊണ്ടുവന്ന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്? എന്താണ് ഈ കുട്ടികൾ ചെയ്യുന്നത്? ദ ചിൽഡ്രൻ ആർ പ്ലേയിങ് അറ്റ് ദ ബീച്ച് സൈഡ്. കുട്ടികൾ ബീച്ചിന്റെ സൈഡിലെ കളിക്കുകയാണ്. ദേ ആർ മേക്കിംഗ് സാൻഡ് കാസിൽ ഓൺ ദ സീഷോർ. അവര് മൺഗോപുരം സീഷോറിലിരുന്ന് ഉണ്ടാക്കുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഡു ദ ചിൽഡ്രൻ ഹെൽപ്പ് ഈച്ച് അതർ ഹൗ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, കുട്ടികൾ പരസ്പരം സഹായിക്കുന്നുണ്ടോ? അത് എങ്ങനെ? അപ്പം ആൻസർ യെസ്, 2 children are making the castle and other kids are collecting the sand and giving them. ഇതിൽ നമുക്ക് ചിത്രത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ കാണാം 2 കുട്ടികൾ മൺഗോപുരം ഉണ്ടാക്കുകയും ബാക്കിയുള്ള കുട്ടികൾ ഈ ഉണ്ടാക്കുന്നവരെ ഹെൽപ്പ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഹാവ് യു വർക്ക്ഡ് വിത്ത് യുവർ ഫ്രണ്ട്സ് ടു മേക്ക് സംതിങ് ഇൻട്രസ്റ്റിംഗ്? ഷെയർ യുവർ എക്സ്പീരിയൻസ്. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാം. ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. യെസ്, വി ഹാവ് മെയ്ഡ് സ്മോൾ ഹട്ട്സ് യൂസിങ് ലീവ്സ് ആൻഡ് സ്റ്റിക്സ് വിത്ത് അവർ ഫ്രണ്ട്സ് ഇൻ ദ സമ്മർ ഹോളിഡേയ്സ്. അതെ, ഞാൻ എൻ്റെ സമ്മർ ഹോളിഡേയ്സിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് വടികളും ഇലകളും ചേർത്ത് ചെറിയ ഹട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ആൻസർ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ യൂണിറ്റിലെ മെയിൻ സ്റ്റോറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റോറിയുടെ പേര് എന്ന് പറയുന്നത് ഇത് റെയിൻബോ പീപ്പിൾ. ഓക്കെ, റെയിൻബോ എന്ന് പറഞ്ഞാൽ മഴവില്ല്, പീപ്പിൾ എന്ന് പറഞ്ഞാൽ ആളുകൾ. Here is a story about people who stands together to make their home safe and peaceful. ഇവിടെ സമാധാനപരവും സുരക്ഷിതവുമായി ഒരു വീട് കെട്ടിപ്പടുക്കാൻ വേണ്ടി ഒരു കൂട്ടം ആൾക്കാരുടെ കഥയാണ് ഈ സ്റ്റോറിയിലൂടെ പറയുന്നത്. ഓക്കെ, beneath the quiet sky on a vast sand land there was a warm and peaceful village. ഒരു വിശാലമായ മൺതിട്ടയിൽ ഒരു സമാധാനപരമായ വില്ലേജ് ഉണ്ടായിരുന്നു. ദ വില്ലേജേഴ്സ് വെയർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. അവിടെയുള്ള ഗ്രാമവാസികൾ അല്ലെങ്കിൽ ആളുകൾ സാധാരണക്കാരും വിശാല മനസ്കരുമായിരുന്നു. ദേ ഹാഡ് നെവർ മെറ്റ് എനി ഔട്ട്സൈഡേഴ്സ്. അവർ പുറം ലോകമായിട്ട് അവർക്ക് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ദേ എൻജോയ്ഡ് ദ കാം ആൻഡ് ക്വയറ്റ് ലൈഫ് ഓഫ് ദെയർ വില്ലേജ്. അവരവരുടെ വില്ലേജിന്റെ സമാധാനപരമായ അന്തരീക്ഷം എൻജോയ് ചെയ്ത് അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയായിരുന്നു.
On a bright morning, the sun sprinkled its glowing golden light across the wide and clear sky. ഒരു പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായിരുന്നു. The villagers gathered in their usual spots. അവിടെയുള്ള ആളുകൾ സാധാരണ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് വരാൻ തുടങ്ങി. Some rested under the shade of tall trees. അതിൽ കുറച്ച് പേര് വലിയ വലിയ മരത്തിന്റെ തണൽ ചോട്ടിൽ ഇരുന്നു. Some people sat cross-legged on the soft land. അതിൽ കുറച്ച് പേര് കാല് മടക്കി ആ സോഫ്റ്റ് മണ്ണിൽ തന്നെ ഇരുന്നു. A few children lay on ground sketching patterns in the sand with sticks. അതിൽ കുറച്ച് പിള്ളേര് മണ്ണിലിരുന്ന് വടി വെച്ച് ഓരോരോ രേഖാചിത്രം മണ്ണിൽ വരയ്ക്കാൻ തുടങ്ങി. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അതിനു മുന്നേ നമുക്ക് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സിന്റെ മീനിങ്ങും പഠിച്ചു പോകാം. റെയിൻബോ മഴവില്ല്, സേഫ് സുരക്ഷിതം, പീസ്ഫുൾ സമാധാനപരമായ, ബിനീത് താഴെ, ക്വയറ്റ് നിശബ്ദം, സ്പ്രിങ്കിൾഡ് തളിച്ചു, ഗ്യാതേർഡ് ഒത്തുകൂടി, സ്കെച്ചിങ് രേഖാചിത്രം. ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. വാട്ട് മെയ്ഡ് ദ വില്ലേജ് ആൻഡ് ഇറ്റ്സ് പീപ്പിൾ സ്പെഷ്യൽ? എന്താണ് ആ ഗ്രാമത്തിനെയും അവിടെയുള്ള ആളുകളെയും സ്പെഷ്യൽ ആക്കുന്നത്? ഇറ്റ് ഈസ് എ വാസ്റ്റ് സാൻഡി വില്ലേജ്. അതൊരു വിശാലമായ മൺഗ്രാമമായിരുന്നു. അവിടെ വില്ലേജേഴ്സ് വെർ സിമ്പിൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. അവിടെയുള്ള ഗ്രാമവാസികൾ സാധാരണക്കാരും വിശാല മനസ്കരുമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുക. ഹാവ് യു എവർ ഡ്രോൺ പിക്ചർ ഓൺ സാൻഡ്, വെൻ ആൻഡ് വെയർ? നിങ്ങൾ എപ്പോഴെങ്കിലും മണ്ണിൽ ചിത്രം വരച്ചിട്ടുണ്ടോ? എവിടെ വെച്ചാണ്, എപ്പോഴാണ് വരച്ചിരിക്കുന്നത്? ഓക്കെ, അതിൻ്റെ ആൻസർ യെസ്, ഐ ഹാവ് റോട്ട് മൈ നെയിം ഇൻ കാലിക്കറ്റ് ബീച്ച് ഡ്യൂറിങ് എ ട്രിപ്പ് ടു ബീച്ച്. Next is the strange breeze. Suddenly, a warm breeze swept through the village and made the air feel different and magical. Everyone looked upward. Wow, what a beautiful sight! Their eyes widened in wonder. പെട്ടെന്ന് ഒരു ഇളം ചൂടുള്ള കാറ്റ് ഗ്രാമത്തിലൂടെ വീശാൻ തുടങ്ങി. അത് അത്ഭുതകരവും ഒരു വ്യത്യസ്തവുമായ ഒരു കാറ്റാണ് വീശിയത്. അപ്പോൾ ഈ കാറ്റ് വീശിയപ്പം എല്ലാവരും മേലേക്ക് നോക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്! എന്ത് നല്ല രസമുള്ള കാഴ്ച. their eyes widened in wonder. അവരുടെ കണ്ണുകൾ അത് കണ്ടിട്ട് മിഴിച്ചുപോയി. കളർഫുൾ റിബൺസ് began to fall from the sky. ഡിഫറെന്റ് കളറുള്ള റിബൺസ് ആകാശത്തിൽ നിന്ന് താഴേക്ക് വീഴാൻ തുടങ്ങി. ഫ്ലട്ടറിംഗ് ലൈക്ക് ബട്ടർഫ്ലൈസ്. ബട്ടർഫ്ലൈസിനെ പോലെ പറക്കാൻ തുടങ്ങി. ബ്ലൂ റിബൺസ് ഡ്രിഫ്റ്റഡ് ഡൗൺ. ബ്ലൂ കളറുള്ള റിബൺസ് അവിടുന്ന് ഒഴുകി വരാൻ തുടങ്ങി. റെഡ് വൺസ് ലൈക്ക് എ മാജിക്കൽ ടോപ്പ്. അത്ഭുതകരമായി റെഡ് കളർ റിബൺസും നൂല് നോൽക്കാൻ തുടങ്ങി. യെല്ലോ റിബൺസ് ഫ്ലോട്ടഡ് ലൈക്ക് ഷെഡിങ് ഓട്ടം ലീവ്സ്. ഓട്ടത്തില് നമ്മുടെ ഇല പൊഴിയുന്നത് പോലെ യെല്ലോ കളർ റിബൺസ് താഴേക്ക് വീഴാൻ തുടങ്ങി. ഗ്രീൻ വൺസ് ഫെൽ ലൈക്ക് ഫ്രഷ് ഗ്രാസസ്. ഗ്രീൻ കളർ റിബൺസ് ഫ്രഷ് പുല്ലുകൾ പോലെ നിലത്തേക്ക് വീഴാൻ തുടങ്ങി. നമുക്കിതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ്സ് നോക്കാം. ബ്രീസ് കാറ്റ്, മാജിക്കൽ അർത്ഥം മാന്ത്രികം, വണ്ടർ എന്നതിൻ്റെ അർത്ഥം അത്ഭുതം, ഫ്ലട്ടറിംഗ് തുടിക്കുന്നു, ഷെഡിങ് ചൊരിയുന്നു, ഓട്ടം ശരത്കാലം. ഓക്കെ, നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ഹാപ്പൻഡ് വെൻ ദ ബ്രീസ് ഫേസ് ത്രൂ ദ വില്ലേജ്, സെപ്റ്റ് ത്രൂ ദ വില്ലേജ് എന്ന് പറഞ്ഞാൽ കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിച്ചു? വെൻ ദ ബ്രീസ് സെപ്റ്റ് ത്രൂ ദ വില്ലേജ് മെയ്ഡ് ദ എയർ ഫീൽ ഡിഫറെന്റ് ആൻഡ് മാജിക്കൽ. ഒരു വ്യത്യസ്തവും മാന്ത്രികവുമായ ഒരു അവസ്ഥയാണ് ആ വാം ബ്രീസ് അതിൽ ഗ്രാമത്തിലൂടെ വീശിയപ്പോൾ അവർക്ക് തോന്നിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് സെന്റൻസ് ഇൻ ദ സ്റ്റോറി ഷോസ് ദാറ്റ് ദ പീപ്പിൾ ആർ സർപ്രൈസ്ഡ്? ഈ പാർട്ടിലെ ഏത് സെന്റൻസ് ആണ് അവിടെയുള്ള ആൾക്കാർക്ക് അത്ഭുതകരമായി തോന്നിയത്? വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്!
their eyes widened in wonder. ആ സെന്റൻസ് എന്ന് പറയുന്നത് wow, what a beautiful sight. എന്ത് നല്ല സീനറിയാണ്, അവരുടെ കണ്ണുകൾ മിഴിച്ചുപോയി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റിബൺസ് ഓഫ് വണ്ടർ. The villagers ran and eagerly grabbed the ribbons. വില്ലേജേഴ്സ് ഓടി വന്ന് ആകാംക്ഷയോടെ ആ റിബണുകൾ ഓരോന്ന് എടുക്കാൻ തുടങ്ങി. They tied them around themselves. ഈ റിബൺ അവരെടുത്തിട്ട് അവരുടെ ശരീരത്തിലേക്ക് അവർ ചുറ്റാൻ തുടങ്ങി. The color of the ribbon seemed to spread on their skin. ഇത് അവരുടെ ശരീരത്തിലേക്ക് ചുറ്റാൻ തുടങ്ങിയപ്പോഴത്തേക്കും ആ കളർ അവരുടെ ശരീരത്തിലേക്ക് ആ കളർ ഇറങ്ങുകയും ആ ശരീരമുള്ള സ്കിന്നായിട്ട് അവർ മാറുകയും ചെയ്തു. ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ലൈക്ക് സ്കൈ. ലില്ലി ബ്ലൂ കളർ റിബൺ ആണ് എടുത്തത്. അത് ആകാശത്തിന്റെ നിറമായ നീലയെ റിസംബിൾ ചെയ്തു. മാക്സ് റിബൺ റെഡ് റിബൺ മെയ്ഡ് ഹിം ബീം ലൈക്ക് ഇത് സെറ്റിംഗ് സൺ. മാക്സ് റെഡ് റിബൺ ആണ് എടുത്തത്. അത് അസ്തമിക്കുന്ന സൂര്യനെ സൂചിപ്പിച്ചു. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെർ ലുക്ക് ഓഫ് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയ ഗ്രീൻ കളറുള്ള റിബൺ ആണ് എടുത്തത്. അത് അവളെ സമൃദ്ധമായ പച്ചപ്പുള്ള കാടിനെ സൂചിപ്പിച്ചു. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് ദ സൺ. ലിയോ യെല്ലോ റിബൺ ആണ് എടുത്തത്. ആ റിബൺ അവനെ സൂര്യനെ പോലെ തിളങ്ങാൻ സഹായിച്ചു. ദേ ഡാൻസ്ഡ് ആൻഡ് പ്ലേഡ്. അവര് ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഇറ്റ് ലുക്ക്ഡ് ലൈക്ക് വൈബ്രന്റ് പ്ലൂംസ് ഓഫ് എ പീകോക്ക്. ഇത് കാണുമ്പോൾ വിടർന്ന മയിൽപീലി പോലെ നമുക്ക് തോന്നാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ് മീനിങ്സും കൂടെ പഠിച്ചു പോകാം. ഈഗർലി ആകാംക്ഷയോടെ, ഗ്രാബ്ഡ് പിടിച്ചു, റിസംബിൾ സാദൃശ്യം, ലഷ് ഗ്രീൻ സമൃദ്ധമായ പച്ചപ്പ്, വൈബ്രന്റ് ആകർഷകമായ. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് വെൻ ദേ ടൈഡ് ദ റിബൺ അറൌണ്ട് ദെയർ ബോഡി. റിബൺ അവരുടെ ശരീരത്തിൽ ചുറ്റിയപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ കളർ ഓഫ് ദ റിബൺ സീംഡ് ടു സ്പ്രെഡ് ഓൺ ദെയർ സ്കിൻ. ആ റിബണിന്റെ കളറ് അവരുടെ സ്കിന്നിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് കൈൻഡ് ഓഫ് ചേഞ്ചസ് ഡിഡ് ദ റിബൺ ബ്രിങ് ഇൻ ദ പീപ്പിൾ. എന്ത് കൈൻഡ് ഓഫ് ചേഞ്ച് ആണ് ഈ റിബൺ ചുറ്റിയപ്പോൾ അവർക്ക് സംഭവിച്ചത്? ലില്ലീസ് ബ്ലൂ റിബൺ മെയ്ഡ് ഹെർ റിസംബിൾ ലൈക്ക് സ്കൈ. ലില്ലിയുടെ ബ്ലൂ റിബൺ ആകാശം പോലെ റിസംബിൾ ചെയ്തു. മാക്സ് ഗ്രീൻ റിബൺ മെയ്ഡ് ഹിം ലൈക്ക് സെറ്റിംഗ് സൺ. മാക്സിന്റെ ഗ്രീൻ റെഡ് റിബൺ അവനെ അസ്തമിക്കുന്ന സൂര്യനെ പോലെ കാണിച്ചു. ഇവിടെ റെഡ് എന്നുള്ളതാണ്, ഒരു തെറ്റുണ്ട്, അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. മിയാസ് ഗ്രീൻ റിബൺ ഗേവ് ഹെയർ ലുക്ക് ലൈക്ക് ലഷ് ഗ്രീൻ ഫോറസ്റ്റ്. മിയയുടെ ഗ്രീൻ കളർ റിബൺ അവളെ സമൃദ്ധമായ പച്ചപ്പുള്ള കാട് പോലെ ആക്കി. ലിയോസ് യെല്ലോ റിബൺ മെയ്ഡ് ഹിം ഷൈൻ ലൈക്ക് എ സൺ. ലിയോയുടെ യെല്ലോ റിബൺ അവനെ ഷൈൻ ചെയ്യുന്ന സൂര്യനാക്കി മാറ്റി. നെക്സ്റ്റ്, വാൾസ് ഓഫ് കളേഴ്സ്. ബട്ട് സൂൺ എ കോൾഡ് വിൻഡ് ബ്ലൂ ത്രൂ ദ വില്ലേജ്. പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വില്ലേജിലൂടെ അടിക്കാൻ തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു ചേഞ്ച് ദെയർ അപ്പിയറൻസ്. അത് അവരുടെ രൂപം മാറ്റാൻ തുടങ്ങി. ഐ ആം ബ്ലൂ, ലില്ലി ക്രൈഡ്. ഞാൻ ബ്ലൂ ആണെന്ന് ലില്ലി കരഞ്ഞു. ഐ ആം റെഡ്, മാക്സ് ഷൗട്ടഡ്. ഞാൻ റെഡ് ആണെന്ന് മാക്സ് ഒച്ചത്തിൽ പറഞ്ഞു. വി ലുക്ക്ഡ് സോ ഡിഫറെന്റ്. നമ്മൾ വ്യത്യസ്തമാണെന്ന് ലിയോ പേടിച്ചുകൊണ്ട് പറഞ്ഞു. ലിയോ സെഡ് ഫ്രൈറ്റൻ. ലിയോ പേടിച്ചുകൊണ്ട് പറഞ്ഞു. The people separated by colors moved to different corners of the village. അപ്പം ഡിഫറെന്റ് കളേഴ്സ് ഉള്ളവർ ഒരുമിച്ച് ഓരോരോ കോർണർ ഓഫ് ദ വില്ലേജിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. മാക്സ് വിത്ത് ഹിസ് റെഡ് റിബൺ ടോൾഡ് the one who had red ribbons, we need to stick together. മാക്സിന് റെഡ് റിബൺ ആയിരുന്നു. അപ്പൊ റെഡ് റിബൺ ഉള്ള ബാക്കി എല്ലാവരോടും മാക്സ് പറഞ്ഞു, നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ലില്ലി വിത്ത് ഹെയർ ബ്ലൂ റിബൺ സെഡ്, വി നീഡ് ടു സ്റ്റേ സേഫ്. ലില്ലിക്ക് ബ്ലൂ റിബൺ ആയിരുന്നു. അപ്പൊ ബാക്കിയുള്ള എല്ലാ ബ്ലൂ റിബൺ ഉള്ള ആൾക്കാരോട് ലില്ലി പറഞ്ഞു, നമുക്ക് സേഫ് ആയിട്ട് നിൽക്കണം, സുരക്ഷിതയായി നിൽക്കണം.
The green and yellow groups did the same. ഈ യെല്ലോ ഗ്രൂപ്പുള്ളവരും ഗ്രീൻ കളർ റിബൺ ഉള്ള ഗ്രൂപ്പുകളും ഇതേപോലെ ഓരോ കോർണേഴ്സിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഈച്ച് ബിൽഡ് ബിഗ് വാൾസ് അറൌണ്ട് ദെയർ കോർണേഴ്സ്. അങ്ങനെ ഓരോ റിബൺ ഉള്ള ആൾക്കാർ ഓരോരോ കൂട്ടമായിട്ട് വില്ലേജിന്റെ ഓരോ കോർണേഴ്സിലേക്ക് മൂവ് ചെയ്യുകയും അവരുടെ ചുറ്റും വലിയ മതിൽ കെട്ടിപ്പൊക്കുകയും ചെയ്തു. ഓക്കെ, നമുക്കിതിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വൈ ഡിഡ് ദ പീപ്പിൾ ബിൽഡ് ബിഗ് വാൾസ് അറൌണ്ട്? എന്തുകൊണ്ടാണ് ആൾക്കാർ വലിയ മതിലുകൾ അവരുടെ ചുറ്റും കെട്ടിപ്പൊക്കിയത്? ഇറ്റ് ഈസ് ടു കീപ് പീപ്പിൾ ഓഫ് ഈച്ച് കളർ സെപ്പറേറ്റ്. അവര് ഓരോ കളറുള്ള ആൾക്കാരെയും ഒരുമിച്ച് കൂട്ടി നിർത്താൻ വേണ്ടിയിട്ടാണ് അവർ വലിയ മതിലുകൾ കെട്ടിപ്പൊക്കിയത്. ഡു യു എഗ്രി വിത്ത് ദെയർ ഡിസിഷൻ? വൈ? നിങ്ങൾ അവരുടെ ഡിസിഷനെ എഗ്രി ചെയ്യുന്നുണ്ടോ? എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ വൈ? എന്തുകൊണ്ട്? അതിൽ നോ, ഐ ഡോണ്ട് എഗ്രി വിത്ത് ദ ഡിസിഷൻ ബിക്കോസ് ഇറ്റ് വിൽ ഡിസ്ട്രോയ് ദ യൂണിറ്റി ആൻഡ് പീസ്. ഞാൻ ഈ ഒരു ഡിസിഷനോട് എഗ്രി ചെയ്യുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു ഡിസിഷൻ കാരണം ആ വില്ലേജിലെ സമാധാനവും ഒരുമയും നഷ്ടപ്പെടും. നെക്സ്റ്റ്, എ ട്രബിൾ അൺഫോൾഡ്സ്. ഡേയ്സ് പാസ്ഡ്. ദിവസങ്ങൾ കടന്നുപോയി. ഇത് റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന് വെള്ളമുണ്ടായിരുന്നു, പക്ഷെ ഭക്ഷണം ഉണ്ടായിരുന്നില്ല. ഐ ആം ഹംഗ്രി, മാക്സ് കംപ്ലൈൻഡ്. എനിക്ക് വിശക്കുന്നു എന്ന് മാക്സ് പരാതി പറയാൻ തുടങ്ങി. ദ ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് ബട്ട് നോ വാട്ടർ. ബ്ലൂ ഗ്രൂപ്പിന് ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ വെള്ളമില്ല. ഐ ആം തേഴ്സ്റ്റി, ലില്ലി സെഡ്. എനിക്ക് ദാഹിക്കുന്നു എന്ന് ലില്ലി പറയാൻ തുടങ്ങി. ദ ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിന് മുറിച്ച മരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഷെൽട്ടർ ഇല്ല. വി ആർ വെറ്റ്. ഞങ്ങൾ നനഞ്ഞു എന്ന് മിയ പറഞ്ഞു. ദ യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോ ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് തീ കത്തിക്കാൻ ഫയർവുഡ് ഉണ്ടായിരുന്നില്ല. ഐ ആം കോൾഡ്, ലിയോ ഷിവേർഡ്. ലിയോ വിറച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തണുത്തിരിക്കുകയാണ്. ഇത് ക്രൈസ് ഫോർ ഹെൽപ്പ് സൗണ്ടഡ് ലൈക്ക് കോറസ്. ഒരു കോറസ് പോലെ ഈ സഹായത്തിന് വേണ്ടി അവർ കരയാൻ തുടങ്ങി കൂട്ടത്തോടെ. ഹിയറിംഗ് ദ ഹെൽപ്ലെസ് കോൾ എ സ്ട്രേഞ്ചർ അറൈവ്ഡ്. ഈ ഒച്ചപ്പാടും ബഹളവും കേട്ട് ഒരു അപരിചിതൻ ആ വില്ലേജിലേക്ക് എത്തി. വൈ ആർ യു ഹൈഡിങ് ആൻഡ് ഷൗട്ടിങ്? ഹി ആസ്ക്ഡ്. എന്തിനാണ് നിങ്ങൾ ഒളിച്ചിരുന്ന് ഇങ്ങനെ ഓരോരോ കോർണറിൽ ഇരുന്ന് ഇവർ ഷൗട്ട് ചെയ്യുന്ന എന്തിനാണെന്ന് ഈ അപരിചിതൻ അവരോട് ചോദിക്കാൻ തുടങ്ങി. നമുക്കിതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സിന്റെ മീനിങ് കൂടെ പഠിച്ചു പോവാം. ഹംഗ്രി, വിശക്കുന്നു. കംപ്ലൈൻഡ്, പരാതിപ്പെടുക. ഷിവേർഡ്, വിറച്ചു. സ്ട്രേഞ്ചർ, അപരിചിതൻ. ഷൗട്ടിങ്, ആക്രോശിക്കുന്നു. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇതിൽ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് പ്രോബ്ലം ഡിഡ് ഈച്ച് ഓഫ് ദ കളേർഡ് ഗ്രൂപ്പ് ഫേസ്? ഓക്കെ, ആൻസർ, റെഡ് ഗ്രൂപ്പ് ഹാഡ് വാട്ടർ ബട്ട് നോ ഫുഡ്. റെഡ് ഗ്രൂപ്പിന് വെള്ളമുണ്ടായിരുന്നു, ഫുഡില്ല. ബ്ലൂ ഗ്രൂപ്പ് ഹാഡ് ഫുഡ് നോ വാട്ടർ. ബ്ലൂ ഗ്രൂപ്പിന് ഫുഡ് ഉണ്ടായിരുന്നു, പക്ഷെ വാട്ടർ ഇല്ല. ദി ഗ്രീൻ ഗ്രൂപ്പ് ഹാഡ് വുഡ് ബട്ട് നോ ഷെൽട്ടർ. ഗ്രീൻ ഗ്രൂപ്പിന് മരങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ താമസിക്കാനായിട്ടൊരു ഷെൽട്ടർ ഉണ്ടായിരുന്നില്ല. യെല്ലോ ഗ്രൂപ്പ് ഹാഡ് ഷെൽട്ടർ ബട്ട് നോട്ട് ഫയർവുഡ്. യെല്ലോ ഗ്രൂപ്പിന് ഷെൽട്ടർ ഉണ്ടായിരുന്നു, പക്ഷെ കത്തിക്കാൻ വിറകുണ്ടായിരുന്നില്ല. Pathway to unity. We live only with those of our colors. Someone replied. ആരോ അവിടുന്ന് ഞങ്ങൾ ഞങ്ങളുടെ കളറിലുള്ള ആൾക്കാരുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. We need to survive. ലില്ലി സ്പോക്ക് അപ്പ്. ലില്ലി അവിടുന്ന് പറഞ്ഞു നമുക്ക് അതിജീവിക്കണം എന്ന് അവിടുന്ന് പറഞ്ഞു തുടങ്ങി. We need water. The blue group said loudly. ബ്ലൂ ഗ്രൂപ്പുകാര് ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് അവിടുന്ന് ഒച്ചത്തിൽ പറയാൻ തുടങ്ങി. Who will bring us food? ആര് ഞങ്ങൾക്ക് ഫുഡ് കൊണ്ടുവരും എന്ന് ദ റെഡ് ഗ്രൂപ്പ് ആസ്ക്ഡ്. റെഡ് ഗ്രൂപ്പ് ചോദിക്കാൻ തുടങ്ങി. ഷെൽട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ us. ഞങ്ങൾക്ക് താമസ സൗകര്യം അത്യാവശ്യമാണെന്ന് കുറച്ചു പേര് പറഞ്ഞു. ദ ഗ്രീൻ ഗ്രൂപ്പ് സെഡ് വി നീഡ് വാംത്. ഞങ്ങൾക്ക് ചൂട് വേണമെന്ന് യെല്ലോ ഗ്രൂപ്പുകാരും പറഞ്ഞു. ദേ ഓൾ പാനിക്ഡ്. അവരെല്ലാവരും പരിഭ്രാന്തരായിരുന്നു. And they hopefully looked at the shining eyes of the stranger. എന്നിട്ട് ഇവരെല്ലാവരും ഈ അപരിചിതന്റെ തിളങ്ങുന്ന കണ്ണിലേക്ക് നോക്കാൻ തുടങ്ങി. He smiled gently and advised, share what you have, you will be happy. ഈ അപരിചിതൻ
മെല്ലെ ചിരിച്ചുകൊണ്ട് അവർക്കൊരു ഉപദേശം കൊടുത്തു. നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഓക്കെ. ഷെയർ ആസ്ക്ഡ് ദ പീപ്പിൾ ടുഗെദർ. അപ്പൊ അവിടെയുള്ള ആൾക്കാർ ഷെയർ ചെയ്യണോ എന്നുള്ള വാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ തുടങ്ങി. വി കാൺട്ട് they said firmly. അപ്പോൾ ഓരോ ഗ്രൂപ്പിലുള്ള ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല എന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ തുടങ്ങി. The stranger smiled and said, sharing is the only way. അപ്പൊ ചിരിച്ചുകൊണ്ട് ആ അപരിചിതൻ ഇവരോട് പറഞ്ഞു ഷെയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുള്ളൂ. ഓക്കെ, ഇതിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ട് ആയ വേർഡ്സിന്റെ മീനിങ് നോക്കാം. സർവൈവ് അതിജീവിക്കുക, എസെൻഷ്യൽ അത്യാവശ്യം, പാനിക്ഡ് പരിഭ്രാന്തരായി. ഓക്കെ, ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ പീപ്പിൾ റെഫ്യൂസ് ടു ഷെയർ തിങ്സ്? എന്തുകൊണ്ടാണ് അവിടെയുള്ള ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ മടിക്കുന്നത്? ബിക്കോസ് ദേ ഓൺലി ലിവ് വിത്ത് ദോസ് ഓഫ് ദെയർ കളേഴ്സ്. അവരുടെ കളറുള്ള ആൾക്കാരുമായി മാത്രമാണ് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ്? സ്ട്രേഞ്ചറുടെ ഉപദേശം എന്തായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ദ സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് ഇസ് ദാറ്റ് ഷെയർ വാട്ട് യു ഹാവ് യു വിൽ ബി ഹാപ്പി. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ സന്തോഷവാന്മാരാകും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദേ ഡോണ്ട് ലിസൺ ടു സ്ട്രേഞ്ചേഴ്സ് അഡ്വൈസ് വാട്ട് മൈറ്റ് ഹാപ്പൻ? ഇപ്പം ഈ അപരിചിതന്റെ വാക്കുകൾ അവർ കേട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. There will be panic and disunity among the people. എന്ന് പറഞ്ഞാൽ അവർ പാനിക്കാവും, അവിടെ ഒരു ഒത്തൊരുമയില്ലാണ്ടാവും, അവർക്ക് പേടി, ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറും. അല്ലെങ്കിൽ മേ ബി ദേ വിൽ ഡൈ ബിക്കോസ് ഓഫ് സ്കേർസിറ്റി ഓഫ് ബേസിക് നീഡ്സ്. അല്ലെങ്കിൽ അവരുടെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടാതെ അവർ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോവാനുള്ള ചാൻസസ് ഉണ്ടാകും ഈ അപരിചിതന്റെ വാക്കുകൾ കേട്ടില്ലെങ്കിൽ. നെക്സ്റ്റ്, ഡാൻസ് ഓഫ് കളേഴ്സ്. ഇത് വില്ലേജേഴ്സ് ലുക്ഡ് ഈച്ച് അതേഴ്സ്. വില്ലേജിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ തുടങ്ങി. ദേ തോട്ട് ഫോർ എ വൈൽ. അവര് ചിന്തിക്കാൻ തുടങ്ങി. സ്ലോലി ദേ ബിഗാൻ ടു ഷെയർ വാട്ട് ദേ ഹാഡ്. പിന്നെ സ്ലോലി അവരെന്ത് ചെയ്തു? അവരുടെ കയ്യിലുള്ള കാര്യങ്ങൾ അവർ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ തുടങ്ങി. ദെൻ എ മിറാക്കിൾ ഹാപ്പൻ. ദെൻ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. എവരി വൺ ഗോട്ട് എവറിത്തിങ് ദേ നീഡഡ്. അപ്പം എല്ലാവർക്കും എന്താണോ അവർക്ക് ആവശ്യം അത് കിട്ടിത്തുടങ്ങി. സ്ലോലി ഹാപ്പിനെസ് ബിഗാൻ ടു സ്പ്രെഡ് ഇൻ ദ എൻറ്റയർ വില്ലേജ്. പതുക്കെ സന്തോഷം ആ വില്ലേജിൽ മൊത്തമായിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. They pulled down their walls and combined their ribbons. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ കെട്ടിപ്പടുത്ത വലിയ വലിയ മതിലുകൾ പൊളിച്ചിട്ട് അവർ ഒരുമിച്ച് കൂടാൻ തുടങ്ങി. All ribbons together turned into beautiful rainbow. അപ്പം എല്ലാ കളറുള്ള ആൾക്കാരും ഒരുമിച്ച് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഒരു ബ്യൂട്ടിഫുൾ മഴവിൽ ഉണ്ടാവാൻ തുടങ്ങി. The people looked at the rainbow and danced. അപ്പൊ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? അവിടെ വന്ന ഒരു റെയിൻബോനെ നോക്കി ഡാൻസ് കളിക്കാൻ തുടങ്ങി. എന്നിട്ട് അവരെ തന്നെ ഇത് റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. കോളിംഗ് ദം ഇത് റെയിൻബോ പീപ്പിൾ. അവരെ തന്നെ റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. The rainbow ribbon became a symbol of their newly found unity and joy. അപ്പൊ റെയിൻബോ റിബൺ ഒരു സിംബലായി മാറി. അവരുടെ ഒത്തൊരുമിക്കും സന്തോഷത്തിനും കാരണമായ സിംബലായിട്ട് എന്ത് മാറി? റെയിൻബോ റിബൺ മാറി. The warm breeze returned and the rainbow people felt happy. അപ്പോൾ ആ ഗ്രാമത്തിൽ ഒരു ഇളം ചൂടുള്ള കാറ്റ് വരാനും അവിടെയുള്ള ഗ്രാമവാസികൾ സന്തോഷിക്കാനും തുടങ്ങി. They lived together with harmony. അവർ സമാധാനപൂർവമായി അവരുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തുടങ്ങി. ഈ കഥ എഴുതിയ ഓഥറുടെ പേരാണ് കാരലിൻ അസ്കർ. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് വേർഡ് മീനിങ്സ് നോക്കാം. മിറാക്കിൾ അത്ഭുതം, സിംബൽ ചിഹ്നം, വാം ബ്രീസ് കുളിർക്കാറ്റ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ദ വില്ലേജേഴ്സ് പുൾ ഡൗൺ ദെയർ വാൾസ്. വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? വില്ലേജേഴ്സ് അവരവരുണ്ടാക്കിയ ഓരോരോ മതിലുകൾ പൊളിച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്നാണ് ക്വസ്റ്റ്യൻ. ഓൾ ദ റിബൺസ് ടുഗെദർ ടേൺഡ് ഇൻടു ബ്യൂട്ടിഫുൾ റെയിൻബോ. എല്ലാ റിബണുകളും ഒത്തൊരുമിച്ചപ്പോൾ അതൊരു
ബ്യൂട്ടിഫുൾ മഴവില്ലായിട്ട് മാറി. ആൻഡ് ദ പീപ്പിൾ ലുക്ക്ഡ് അറ്റ് ദ റെയിൻബോ ആൻഡ് ഡാൻസ്ഡ്. അപ്പം അവരെന്ത് ചെയ്തു? ആ റെയിൻബോനെ നോക്കി അവർ ഡാൻസ് ചെയ്തുകൊണ്ട് കോളിംഗ് ദംസെൽസ് ദ റെയിൻബോ പീപ്പിൾ. എന്നിട്ട് ഡാൻസ് ചെയ്തുകൊണ്ട് അവരെ തന്നെ എന്ത് വിളിച്ചു? ദ റെയിൻബോ പീപ്പിൾ എന്ന് വിളിച്ചു. Thank you so much. If the video is useful, please like and subscribe and share with your friends.